ഇറാനെതിരെ കരസേനയെ ഇറക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പെൻറ്റഗണിൽ നടന്ന രഹസ്യ മീറ്റിംഗിൽ അഭിപ്രായപ്പെട്ടു. ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരമായിരിക്കുമെന്ന് പെൻറ്റഗൺ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റ് രാഷ്ട്രീയവും ഇറാൻ അമേരിക്കൻ രാഷ്ട്രീയവും പ്രവചനാതീതമാണ്. നിലവിലെ സാഹചര്യത്തിൽ യാതൊരു തരത്തിലുള്ള ആക്രമണവും അമേരിക്കയിൽ നിന്ന് ഇറാനെതിരെ ഉണ്ടാവുന്നില്ല. അതിനാൽ തന്നെ ഇറാൻ പ്രതികരിക്കുന്നുമില്ല. എന്നാൽ രണ്ട് രാജ്യങ്ങളും പരസ്പരം വലിയ രീതിയിലുള്ള ആയുധങ്ങൾ വാരിക്കൂട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇനി യുദ്ധമുണ്ടായാൽ മാരകമായിരിക്കുന്ന യുദ്ധമായിട്ട് അത് അവസാനിക്കുമെന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞതോടനുബന്ധിച്ച് തന്നെ സമാനമായിരിക്കുന്ന സ്ഥിതിയായിരിക്കും മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ടാവുക എന്ന് ഇറാൻ പ്രതികരിക്കുകയും ചെയ്തു. ഇറാൻ വിദേശകാര്യമന്ത്രി ഇറാൻ്റെ പ്രസിഡന്റും സംയുക്തമായ രീതിയിൽ തന്നെയാണ് ഈ നിലപാട് ഏകകണ്ഠേന തന്നെ പ്രസ്താവിച്ചത്. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും മാരകമായിരിക്കും അമേരിക്ക അനുഭവിക്കേണ്ടി വരിക എന്ന ആമുഖത്തോടു കൂടി തന്നെയാണ് അവർ ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ ആരംഭിച്ചത് തന്നെ. അഥവാ രണ്ടാം ലോക യുദ്ധത്തിൽ ജർമ്മനിക്കുണ്ടായിരിക്കുന്ന തിക്തഫലം എത്രത്തോളമുണ്ടോ സമാന സ്ഥിതിയിലേക്ക് ഇത് അവസാനിക്കും. അതായിരുന്നു ഇറാൻ്റെ പ്രതികരണം. എന്ന് വെച്ചാൽ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്തതായിരുന്നു. നിലനിൽക്കാൻ പറ്റാത്ത വിധം ആത്മഹത്യ ചെയ്യേണ്ട ഒരു പരിതസ്ഥിതിയിലേക്ക് അഡോൾഫ് ഹിറ്റ്ലർ എത്തി എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. ആ കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായിരിക്കുന്ന ഭരണാധികാരിയായിട്ടാണ് അഡോൾഫ് ഹിറ്റ്ലറിലെ ചരിത്രം അടയാളപ്പെടുത്തുന്നത്. പക്ഷേ എന്ത് ചെയ്യാൻ, അതിൻ്റെ അവസാന ഘട്ടം വളരെ മാരകമായിരുന്നു. വലിയ രീതിയിൽ പരാജയം സമ്മതിക്കുന്നതിന് തത്തുല്യമായിരുന്നു ഹിറ്റ്ലർ ചെയ്തത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 1,00,000-ഓളം സൈനികരെ ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറക്കി ഒരു കരയുദ്ധത്തിലേക്ക് പ്രവേശിപ്പിച്ചാൽ എത്രത്തോളം അത് ഗുണകരമാവും എന്നുള്ള ഒരു അന്വേഷണ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട്. അതായത് അമേരിക്കയുടെ ഇൻ്റലിജൻസും മൊസാദിൻ്റെ വിഭാഗവും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസും ഇതെല്ലാം കൂടിയിട്ട് വലിയ രീതിയിൽ പ്ലാൻഡ് ആയിരിക്കുന്ന പല നിലപാടുകളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇതിന് രാജ്യത്തുള്ള ഭരണസിരാ കേന്ദ്രത്തിൽ ഏറ്റവും സജീവമായിട്ട് പ്രവർത്തിക്കുകയും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നവരുമായിട്ട് സംസാരിച്ചുകൊണ്ട് ഇതിന് ഒരു ക്രോഡീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയെങ്കിലും പരാജയമാണ്. ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: വിയറ്റ്നാമിലും കംബോഡിയയിലും അമേരിക്കക്കുണ്ടായതിനേക്കാൾ മാരകമായിരിക്കുന്ന മുറിപ്പാടായിരിക്കും ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്നുള്ളത്. തിക്തഫലം കണക്ക് കൂട്ടാൻ പറ്റുകയില്ല. അതിൻ്റെ തിരിച്ചടിക്ക് മുമ്പിൽ പതറിപ്പോകുന്ന ഒരു അമേരിക്കയാണ് കാണാൻ വേണ്ടി സാധിക്കുക. വിയറ്റ്നാമിൽ ഏതെങ്കിലും ഒരു തരത്തിലൊരു വിജയം ഉണ്ടാവുമെന്ന് അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നു. യുദ്ധത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇത് പരാജയപ്പെടുകയാണ് എന്ന് ഉറപ്പായിട്ടും അവർക്ക് അതിൽ നിന്ന് പിന്മാറാൻ പറ്റാത്ത ഒരു സ്ഥിതി ഉണ്ടായി. ലോകത്തിൻ്റെ മുൻപിൽ അഭിമാനം നഷ്ടപ്പെടും എന്നായതുകൊണ്ട് വിജയിക്കുന്നവരെ യുദ്ധം ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുദ്ദേശിച്ചത്. എന്നാൽ അതൊന്നും ഫലവത്തായിട്ടില്ല. പരാജയം സമ്മതിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായി എന്നുള്ളത് കൃത്യമാണ്. അമേരിക്കയുടെ സൈനികരെ, ആയിരക്കണക്കിന് അമേരിക്കയുടെ സൈനികരെ കാണാതായിരിക്കുന്ന റിപ്പോർട്ട് ഒന്ന് പുറത്തു വന്നു. പിന്നീട് അന്വേഷണത്തിലൊന്നും അവരെല്ലാവരെയും കണ്ടെത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ഇനി കംബോഡിയയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വരുന്ന സമയത്ത് അതിനേക്കാൾ മാരകമാണ്. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 20,000-ത്തിലധികം അമേരിക്കൻ സൈനികരെ നഷ്ടപ്പെട്ട ഒരു യുദ്ധം കൂടിയായിരുന്നു കംബോഡിയൻ അമേരിക്കൻ യുദ്ധം. എവിടെയും വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. പാളിപ്പോയി. ആ രാജ്യത്തെയും അതിൻ്റെ പ്രതിരോധ ശക്തിയെയും സംവിധാനത്തെയും സൈനികരെയും അവരുടെ യുദ്ധത്തിൻ്റെ തന്ത്രങ്ങളും മുറകളും മനസ്സിലാക്കുന്നതിൽ അമേരിക്ക പരാജയപ്പെട്ടപ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടം നൽകേണ്ടി വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഇറാഖ് യുദ്ധം എടുത്താലും ഇറാഖിൽ പറയുന്ന സമയത്ത് ഭരണം അട്ടിമറിഞ്ഞിട്ടുണ്ട്, സദ്ദാം ഹുസൈനെ പിടികൂടിയിട്ടുണ്ട്, സദ്ദാം ഹുസൈനെ തൂക്കിലേറ്റിട്ടുണ്ട്, അവിടെ പുതിയൊരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു ചരിത്രമാണ്. എന്നാൽ അതിൻ്റെ പരിണത ഫലം, അതല്ലെങ്കിൽ ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്കുണ്ടായിരിക്കുന്ന നഷ്ടം ചെറുതല്ല, ഭയാനകരമായിരുന്നു. കാര്യം അവർ പറയുന്നത് ഇങ്ങനെയാണ്: ആ കാലഘട്ടത്തിൽ, ആ യുദ്ധമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു വന്നിരുന്ന വിമാനങ്ങൾ, അത് ന്യൂയോർക്ക് ആണെങ്കിലും അത് വാഷിങ്ടൺ ആണെങ്കിലും ആ മേഖലയിലുള്ള അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചു കൊണ്ട് വന്നിരുന്ന വിമാനത്താവളത്തിൽ കുത്തി നിറക്കപ്പെട്ട രീതിയിലായിരുന്നു അമേരിക്കൻ സൈനികരുടെ മൃതദേഹമുണ്ടായിരുന്നത്.
അത്രക്ക് ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അഥവാ അവരുടെ ലഗേജിൽ പോലും വെക്കാൻ പറ്റാത്ത വിധമായിരുന്നു മരണം. അപ്പോൾ ഇങ്ങനെ കൂടി അന്ന് ആ കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തത് ഒരു വിമാനം മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. അതിപ്പോൾ സൗദി അറേബ്യ ആണെങ്കിലും ഖത്തർ ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഒമാൻ ആണെങ്കിലും കുവൈറ്റ് ആണെങ്കിലും ഏത് മേഖലയിൽ നിന്നാണെങ്കിലും, കുവൈത്ത് പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, തൊട്ടടുത്ത രാജ്യത്തേക്കൊക്കെ അത് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത്. ഇസ്രായേലിൽ നിന്ന് പോലും യഥാർത്ഥത്തിൽ മൃതദേഹങ്ങൾ ഇവിടേക്ക് വന്നിട്ടുണ്ട്, ന്യൂയോർക്കിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ആ വിമാനത്താവളത്തിൽ നിന്ന് ഇവിടേക്ക് എത്തുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ മേഖലയ്ക്ക് അമേരിക്കയുടെ ന്യൂയോർക്ക് എയർപോർട്ടിലേക്ക് എത്തുന്നതോടനുബന്ധിച്ച് അല്ലെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ അവിടേക്ക് അവരുടെ ബന്ധുക്കൾ അല്ലെ കൂട്ടത്തോട് കൂടി എയർപോർട്ടിൻ്റെ അകത്തേക്ക് ഇരിച്ചു കയറുക എന്നുള്ളത് സ്വാഭാവികപരമായിട്ട് ഉണ്ടാവുന്ന സംഭവമാണ്. അപ്പോൾ തങ്ങളുടെ ബന്ധുക്കളാണോ പ്രിയപ്പെട്ടവരാണോ ഇതിൽ കൊണ്ടുവരുന്നത് എന്നുള്ള ആകാംക്ഷയോട് കൂടി ജനങ്ങൾ കൂട്ടത്തോടു കൂടി സംഘം ചേർന്നുകൊണ്ട് എയർപോർട്ടിൻ്റെ അകത്തേക്ക് ഇടിച്ചു കയറുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ നിത്യേന നടക്കുന്ന സംഭവമായിട്ട് വിലയിരുത്തുന്നു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, അമേരിക്ക കൃത്യമായ രീതിയിൽ മരണപ്പെട്ടവരുടെ ലിസ്റ്റ് കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ മരണപ്പെടുന്ന സൈനികരെ അവിടെ തന്നെ മറ്റെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കാത്ത വിധമായിരുന്നു സദ്ദാം ഹുസൈൻ്റെ സൈനികരുടെ പ്രതിരോധവും പ്രതികരണങ്ങളും ഉണ്ടായത്. അവർ മാത്രമല്ല മറ്റ് പല രഹസ്യ സൈനിക സംഘങ്ങളും ഈ അമേരിക്കയുടെ സൈനിക വിഭാഗത്തിനെതിരെ ആക്രമണ പരമ്പര നടത്തിയിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇറാഖിന് ശേഷം ഇറാനിലും തത്തുല്യമായ രീതിയിലുള്ള സ്ഥിതിയായിരിക്കും അമേരിക്ക സൈനികരെ ഇറക്കുമതി ചെയ്താൽ ഉണ്ടാവുക എന്നാണ് പെൻറ്റഗൺ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപിനെ ബോധിപ്പിക്കുന്നത്. ഏകോപനത്തോടു കൂടി ഒരു യുദ്ധം നടത്താനൊന്നും ഇറാനിൽ സാധിക്കുകയില്ല. അങ്ങനെ വിജയിപ്പിച്ചെടുക്കാനൊട്ട് ഈ അമേരിക്കയെ സംബന്ധിച്ച് അവർക്ക് സാധ്യമല്ല എന്നുള്ളതും കൃത്യമാണ്. ജയിക്കാത്ത ഒരു യുദ്ധത്തിലാണ് നിലവിൽ അമേരിക്ക ഉള്ളത്. ഒരു തരത്തിലും ജയിക്കാത്ത ഒരു യുദ്ധത്തിൽ നിന്ന് നിലവിലെ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് യുദ്ധവിരാമം നടത്തി പതുക്കെ പിന്മാറുകയാണ് ഏറ്റവും നല്ലത് എന്നൊരു അഭിപ്രായം അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിനോട് അനുബന്ധിച്ച് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ലോകത്തിൻ്റെ ഭാവി, ലോക രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ ഭാവി ഇതിനോടകം ഇളകി ആടിയിരിക്കുന്നു. അവർക്ക് മിന്നാട്ടം സംഭവിച്ചിരിക്കുന്നു. ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ലാത്ത വിധം ദയനീയമായിരിക്കുന്ന ഒരു പരാജയം ഇപ്പോൾ അമേരിക്ക അനുഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ക്യൂബ അടക്കമുള്ള രാഷ്ട്രങ്ങൾ സ്വാതന്ത്ര്യമായിരിക്കുന്നു എന്ന് കൂട്ടി വായിക്കേണ്ടതാണ്. കാര്യം ഇറാന് ശേഷം ക്യൂബ എന്നുള്ളതായിരുന്നു ട്രംപിൻ്റെ നിലപാട്. വെനിസുല, ഇറാന്, പിന്നീട് ക്യൂബ. അത് വെനിസുലയിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറമുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിച്ചു. പ്രതീക്ഷിച്ച തരത്തിലുള്ള സാമ്പത്തിക നഷ്ടം അവിടെ ഉണ്ടായിട്ടുമില്ല. ഇപ്പോൾ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം തന്നെയാണ് അവിടെ നിയന്ത്രിക്കുന്നത്. പെട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണം അമേരിക്കയുടെ കൈവശത്തിലാണ്. ഇറാനും കൂടി കീഴടക്കി കഴിഞ്ഞാൽ ലോകാടിസ്ഥാനത്തിൽ പെട്രോളിയം ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കാനുള്ള സമ്പൂർണ്ണമായിരിക്കുന്ന അധികാരം ഓട്ടോമാറ്റിക്കായിട്ട് അമേരിക്കയിലേക്ക് വന്നു ചേരും. അത് അമേരിക്ക കണക്ക് കൂട്ടുന്നുണ്ട്. അമേരിക്ക അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഏത് രാജ്യത്തേക്ക് എങ്ങനെയൊക്കെയാണ് പെട്രോളിയം ഇറാനിൽ നിന്ന് വിൽപ്പന നടത്തേണ്ടത് എന്ന് അമേരിക്ക തീരുമാനിക്കും എന്ന് ഡൊണാൾഡ് ട്രംപ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് തന്നെ വലിയ വിവാദമായിരുന്നു. ഇറാൻ അതിന് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. മലർന്ന് കിടന്നിട്ട് സ്വപ്നം കാണാൻ ആർക്കും സാധിക്കും. അത് യാഥാർത്ഥ്യമാക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കട്ടിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങേണ്ടി വരും. അത് വെടികൊള്ളാതെ സൂക്ഷിക്കുന്നത് നല്ലതാണ് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് എന്ന് ചുരുക്കം. ഇപ്പോൾ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്, അമേരിക്ക പരാജയപ്പെടുത്തിയ അല്ലെങ്കിൽ അമേരിക്കയുടെ തമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ആദ്യത്തെ രാജ്യമായിട്ട് വന്നത് അഫ്ഗാനിസ്ഥാനായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണ സംവിധാനത്തെയും ആ ഭരണ സംവിധാനം നിൽക്കുന്ന അൽ-ഖ്വയ്ദ എന്ന് പറയുന്ന ഭീകര സംവിധാനത്തെയും തത്തുല്യമായി തുടച്ചു നീക്കും എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സാധ്യമാവുകയും ചെയ്തു. അങ്ങനെ താലിബാൻ മാറി നിന്നു. അവിടെ അമീദ് കർസായിയുടെ നേതൃത്വത്തിലുള്ള അമേരിക്കയെ പിന്തുണക്കുന്ന ഒരു രാജ്യഭരണ സംവിധാനം അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനം അവിടെ ഭരണത്തിലുള്ള 15 കൊല്ലത്തോളം അവർ ഭരിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ റസ എന്ന് പറയുന്ന ഒരാളാണ് പിന്നീട് അധികാരത്തിൽ വന്നത്. ഇത് അമീദ് കർസായിയുടെ സഹോദരൻ എന്നാണ് പറയുന്നത്. അത് റസ കർസായി എന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേര്. 3 കൊല്ലം ഭരിച്ച സമയത്ത് ഇതേ പുറത്താക്കപ്പെട്ട താലിബാൻ
അവരെ ഭരണം അട്ടിമറിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയത് അമേരിക്കയാണ്. 2500-ലധികം അമേരിക്കയിലെ സൈനികർ ആ സമയത്ത് അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി, മോചിപ്പിക്കാൻ വേണ്ടി പിന്നീട് ഖത്തറാണ് മധ്യസ്ഥത വഹിച്ചത് എന്നും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇങ്ങനെയാണ്: ജയിക്കാത്ത ഒരു യുദ്ധത്തിൻ്റെ മുനമ്പിൽ കുടുങ്ങിയിരിക്കുന്ന ഒരു ദയനീയ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എലിക്കണിയിൽ എലിയുടെ വാല് കുടുങ്ങിയിരിക്കുന്ന സ്ഥിതിയാണ്. പോരാൻ പറ്റൂല, മുറിച്ച് ഒഴിവാക്കാനും പറ്റൂല, ആ തരത്തിൽ കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതും പെൻറ്റഗൺ പോലും അല്ലെങ്കിൽ അമേരിക്കയുടെ ഭരണ സംവിധാനം പോലും ഈ ഒരു വിഷയത്തിൽ ട്രംപിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതും, മണ്ടത്തരമായിരിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ഒരു രാജ്യം കൂട്ടുനിൽക്കുക എന്നുള്ളത് ചരിത്രത്തിൽ ഏറ്റവും മോശപ്പെട്ട രീതിയിലുള്ള പരാമർശം ഉണ്ടാകാൻ മാത്രമേ ഉപകരിക്കൂ എന്ന പരാമർശം കൂടി പെൻറ്റഗണിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.